യെസ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി മുതൽ റെഗുലർ ആയിട്ട് നമ്മുടെ അനാലിസിസ് വീഡിയോസ് കാര്യങ്ങളുണ്ടാകുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് ഇന്നലെ ഈ പറയുന്ന യൂറോ യുഎസ്ഡിയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിയാക്ഷൻ എൻട്രി ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം ഞാൻ ഗോൾഡിൽ ഒരു എൻട്രി എടുത്തു. അതിൽ പ്രോഫിറ്റും ഹിറ്റായി. അറൗണ്ട് $30 ആയിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ഗോൾഡിൽ എനിക്ക് പ്രോഫിറ്റ് $27 സംതിങ്. അപ്പോൾ ഒരു $3 നെറ്റ് ലോസ് ആയിരുന്നു. ചാർജസ് ഉൾപ്പെടെ $4 സംതിങ്. ഇതായിരുന്നു എൻ്റെ ഇന്നലത്തെ ഒരു ഇതുണ്ടായിരുന്നത്. യൂറോയിൽ ഇന്നലത്തെ എൻ്റെ ഒരു എൻട്രി വന്ന് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 16-ാം തീയതിയിലെ നമ്മുടെ മാർക്കറ്റ് വ്യൂ പ്ലസ് എൻട്രീസ്. 17-ാം തീയതി അതായത് ഇന്നത്തെ മാർക്കറ്റ് ആൻറ്റിസിപ്പേഷൻ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ചോളം കണ്ടിന്യൂസ് ആയിട്ടൊരു ബാരിഷ്നെസ് ആണ്. നോക്കിയാൽ മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ബാരിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലെഗില്, അതായത് നമ്മളെ സ്ട്രക്ചറിൽ ഈ ഒരു ലെഗ് ഉണ്ടല്ലോ, ഈ ഒരു ലെഗിന്റെ മേലെയുള്ള ഓർഡർ ബ്ലോക്കിലായിരുന്നു എനിക്ക് എൻട്രി ഉണ്ടായിരുന്നത്. എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ രീതിയിലായിരുന്നു ഒരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഒരു രീതിയിലുള്ള എൻട്രി ആയിരുന്നു. ഞാൻ ജസ്റ്റ് 5 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് എക്സാക്ട് ഓർഡർ ബ്ലോക്കിന്റെ അവിടെയായിരുന്നു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എക്സാക്ട് എൻട്രി പോയിന്റ് വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വരും. ഇവിടെ ഒരു ചെറിയൊരു റിയാക്ഷൻ ഇതായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി പ്ലേസ് ആയി കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള റിയാക്ഷൻ കിട്ടിയായിരുന്നു. ബട്ട് സോറി, ഇതൊന്നുമല്ലല്ലോ എൻട്രി. എൻട്രി ഏതാണ്? ജസ്റ്റ് മിനിറ്റ്. ജസ്റ്റ് എൻട്രി ഒന്ന് നോക്കിയാട്ടെ. Exactly. Yes, fine. ഓക്കെ. എൻ്റെ എൻട്രി ഇങ്ങനെ ഒരു എൻട്രി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻട്രി എടുത്തത് ഈ റേഞ്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ സെറ്റ്. ഓക്കെ, ഫൈൻ. എൻട്രി എടുത്തു. റിയാക്ഷൻ ആയിരുന്നു ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. ബട്ട് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് മാർക്കറ്റ് വ്യൂ ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്പിലോട്ട് പോവുകയാണെങ്കിൽ റിവേഴ്സ് ടാപ്പ് ചെയ്തിട്ട് അപ്പ് സൈഡിലോട്ടാണ് പോകും. ഇതായിരുന്നു നമ്മുടെ വ്യൂ ഉണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു റിട്ടേൺ റിവേഴ്സൽ കയറി പോകണം എൻ്റെ എടുത്തില്ല. കാരണം ഓൾറെഡി ഇവിടെ ഞാൻ കുറച്ച് അനാലിസിസ് ഒക്കെ നടത്തുകയായിരുന്നു 1 മിനിറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എനിക്ക് ട്രേഡ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു ഇന്നലത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. യൂറോ യൂഎസ്ഡി.
ഇനിയിപ്പോ അടുത്ത ആന്റിസിപ്പേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാർക്കറ്റിനെ സംബന്ധിച്ചോളം മെയിൻ ഡിമാൻഡിൽ നിന്ന് സപ്ലൈയിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഫാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അഗെയിൻ നമുക്ക് ഇവിടെ നിന്നൊരു അപ് സൈഡ് പോയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സലിൽ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കും, എൻട്രി പ്ലേസ് ചെയ്തിട്ട് അപ് സൈഡിലോട്ടൊന്ന് നോക്കും. അതർവൈസ് എനിക്ക് മാർക്കറ്റിൽ അതർവൈസ് എനിക്ക് വേറെ കാര്യമായിട്ടുള്ള വ്യൂസ് ഒന്നും ഇല്ല. ഇവിടെ നിന്ന് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എംഎസ്എസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണുന്നില്ല. സ്റ്റിൽ ഞാൻ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് സൈഡിൽ നിന്ന് മേലോട്ട് അടിക്കും. അതർവൈസ് എനിക്ക് വേറെ എൻട്രീസ് ഇല്ല. ഗോൾഡിലാണെങ്കിൽ ഒരു 4 ഹവറിൽ ഒരു സ്ട്രോങ്ങർ ക്യാൻഡിലേറ്റ് ഉണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിലേറ്റ് ഉണ്ടോ, ഇതിന്റെ വിക്ക് ഇത്രയും വരുന്നുണ്ട്. അതായത് നോക്കട്ടോ, വിക്ക് ഓൾമോസ്റ്റ് നല്ല വിക്കില് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് അവിടെ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ആണ്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിന് താഴെ 4 ഹവറിലോ ഒരു 1 ഹവറിലോ ബോഡി ക്ലോസ് വെച്ചാല് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബോഡി ക്ലോസ് വെച്ചാൽ ഞാൻ ഇവിടെയുള്ള ഏരിയ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി പ്ലേസ് ചെയ്യും. ഒരു 1:2 കിട്ടുന്ന പോലെ അല്ലെങ്കിൽ 1:1 കിട്ടുന്ന പോലെ ഞാൻ എൻട്രി പ്ലേസ് ചെയ്യും. ഇതാണ് ഗോൾഡിൽ എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ. അതർവൈസ് എനിക്ക് വേറെ പ്രത്യേകിച്ച് വ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. കുറെ സ്ട്രാറ്റജീസ് ചെക്ക് ചെയ്യാനുണ്ട്, സ്റ്റിൽ ചെക്ക് ചെയ്തിട്ടില്ല. സോ ഒക്കെ പെൻഡിങ് ആണ്. അതിനെപ്പറ്റി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് നോക്കണം. നോക്കി വർക്കിന്റെ ടൈമിങ്ങും എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശരി, നോക്കാം. ഞാൻ രീതിയിൽ അതിനെ സെറ്റപ്പ്